വികസന കേരളത്തിന്റെ വിജയഗാഥയുമായി യുവതാരയുടെ ആഭിമുഖ്യത്തിൽ LDF പ്രചരണാർത്ഥം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 20 ദിവസങ്ങളിലായി 40 മണ്ഡലങ്ങളിൽ നടത്തുന്ന അറിവുത്സവം പേരാവൂരിലെത്തിയപ്പോൾ അത് ജനങ്ങൾക്ക് ആവേശമായി മാറുകയായിരുന്നു. ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് V ശിവദാസൻ MPയുമായും ജനങ്ങളുമായും ചേർന്ന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ അശ്വമേധം അറിവിന്റെയും രാഷ്ട്രീയത്തിന്റെയും പുത്തൻ വിസ്മയ കാഴ്ചകളാണ് പേരാവൂരിന് സമ്മാനിച്ചത്. വയനാട് ചൂരൽമല ദുരന്തത്തിൽ നാട് വിറങ്ങലിച്ചു നിന്നപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവിടുത്തെ മണ്ണിലും ചെളിയിലും ഇറങ്ങി നിന്ന് DYFI പ്രവർത്തകർ നടത്തിയ ധീരമായ രക്ഷാപ്രവർത്തനങ്ങളെ GS പ്രദീപ് വേദിയിൽ പ്രകീർത്തിച്ചത് കേൾവിക്കാരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. The spirituality of the youthdom എന്നതിന് കഴിഞ്ഞു എന്നാണ് വാർത്ത. തലക്കെട്ടങ്ങനെയാണ്, യുവതയുടെ ആത്മചൈതന്യം, സ്പിരിച്വാലിറ്റി ഓഫ് യൂത്ത്ഡം. വാർത്തയുടെ താഴെ എഴുതുന്നു, പ്രതിസന്ധികളിൽ നാട് തകർന്നു പോയപ്പോ പിടിച്ചു നിർത്തുവാനും കരകയറുവാനും ആ നാടിന് തുണയായി മാറുവാൻ പാഴ്വസ്തുക്കളും പാൽക്കവറുകളും മാലിന്യങ്ങളും ശേഖരിച്ച ആ നാട്ടിലെ യുവ ചൈതന്യം അന്ന് 10,95,86,537 രൂപയുടെ കരുതൽ ധനം സമാഹരിച്ച് റീസൈക്കിൾ കേരള എന്നൊരു മഹായജ്ഞം നടത്തി. അതാണ് ഒരു നാട്ടിലുണ്ടാകേണ്ട യുവതയുടെ ആത്മചേതന എങ്കിൽ ആ വാർത്ത ഇങ്ങനെ അവസാനിക്കുന്നു. ആ യുവതയുടെ പേര് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ DYFI എന്നാണ്. ദുരന്തമുഖത്ത് സ്വന്തം നെഞ്ചുകാട്ടി നാടിനെ കാക്കാനിറങ്ങിയ ആ യുവത്വത്തിന്റെ കരുത്താണ് ഈ നാടിന്റെ പ്രതീക്ഷ. ആ സേവന മനസ്സിന്റെയും വികസനത്തിന്റെയും തുടർച്ചയാണ് ശൈലജ ടീച്ചറിലൂടെ നാം ഉറപ്പാക്കേണ്ടത് എന്ന പ്രദീപിന്റെ വാക്കുകൾ ഇരമ്പിയാർത്ത കരഘോഷങ്ങളോടെയാണ് ജനക്കൂട്ടം ഏറ്റുവാങ്ങിയത്. ഒരു പാതിരാത്രിയിൽ കുത്തിയൊലിച്ചു വന്ന മലവെള്ളപ്പാച്ചലിൽ മുണ്ടക്കയിലും ചൂരൽമലയിലെയും ദുരിതത്തിൽ സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടവരും വസ്തുവകകൾ നഷ്ടപ്പെട്ടവരും സ്വപ്നങ്ങൾ പോലും കൈമോശം വന്നവരുമായ നിസ്സഹായരും നിസ്വരുമായ മനുഷ്യരുണ്ടായി. ആ മനുഷ്യരുടെ ഇടയിലേക്ക് വാഗ്ദാനങ്ങളുമൊക്കെ പലരും വന്നു, ഒന്നും പാലിക്കാതെ പലരും കടന്നുപോയി. പക്ഷേ ഉറപ്പായും പാലിക്കപ്പെടുമെന്ന് അവരുടെ മുന്നിൽ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അത് ഒരു സഹായവും ഒരു കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചില്ലെങ്കിലും ഈ വെയിലത്തും മഴയത്തും നിർത്തില്ല ഈ വേദനിക്കുന്ന നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യരുടെ ജീവിതങ്ങളെ എന്ന് പ്രഖ്യാപിച്ച ഒരു ഭരണകൂടം ഇതാ ഈ നൊമ്പരത്തിന്റെ ഭൂമികയ്ക്ക് പിന്നീട് ഒരു പുതിയ രൂപമുണ്ടാക്കിയത് പോയ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. എൽഫിൻസ്റ്റൺ എസ്റ്റേറ്റിൽ അവർക്കു വേണ്ടി ഒരുങ്ങിയ ടൗൺഷിപ്പിൽ അവർക്കു വേണ്ടി വീടുകൾ കൈമാറ്റം ചെയ്യപ്പെട്ട വാക്കുറപ്പിനെ നമ്മൾ കണ്ടു. അറിവായുധമാക്കി വികസനം ലക്ഷ്യമാക്കി പേരാവൂരിന്റെ മണ്ണ് KK ശൈലജ ടീച്ചർക്കൊപ്പമാണെന്ന ഉറച്ച പ്രഖ്യാപനമായി മാറിയ ഈ അറിവുത്സവം മണ്ഡലത്തിൽ LDFന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ചോദ്യങ്ങൾ ഗ്രാൻഡ് മാസ്റ്ററുടേതായിരുന്നു, പക്ഷേ ഉത്തരങ്ങൾ മുഴുവൻ പേരാവൂരിലെ വോട്ടർമാരുടെയും മനസ്സിലുണ്ട് എന്ന ബോധ്യത്തോടെ വരാനിരിക്കുന്ന പോരാട്ട വീര്യത്തിന് കരുത്തുപകർന്നാണ് ഈ ഉജ്ജ്വലമായ അറിവുത്സവം സമാപിച്ചത്. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.